ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കാശ്മീർ ഹിമാലയം, ഹിമാചൽ ഹിമാലയം, ഉത്തരാഖണ്ഡ് ഹിമാലയം എന്താണെന്നാണ്. പാർട്ട് 3യുടെ കണ്ടിന്യൂവേഷനാണ് ഈ വീഡിയോ. കാശ്മീർ ഹിമാലയം ജമ്മു കാശ്മീർ, ലഡാക്ക് പ്രദേശത്ത് ഏകദേശം 3.5 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന കാശ്മീർ ഹിമാലയത്തിന് ഏകദേശം 700 കിലോമീറ്റർ നീളവും 500 കിലോമീറ്റർ വീതിയുമുണ്ട്. മഞ്ഞുമൂടിയ കൊടുമുടികളും താഴ്വരകളും മലനിരകളും നിറഞ്ഞ കാശ്മീർ ഹിമാലയത്തിലെ പ്രധാന പർവ്വതനിരകളാണ് കാരക്കോറം, സസ്കർ, ലഡാക്ക്, പീർ പാഞ്ചൽ എന്നിവ. ലോകത്തിലെ രണ്ടാമത്തെ ഉയരമേറിയ കൊടുമുടിയായ മൗണ്ട് കെ2 അല്ലെങ്കിൽ ഗോഡ്വിൻ ഓസ്റ്റിൻ കാരക്കോറം നിരയിലാണ് സ്ഥിതി ചെയ്യുന്നത്. സിയാച്ചിൻ, ബോൾഡോരോ തുടങ്ങിയവ ഈ പ്രദേശത്തെ പ്രധാന ഹിമാനികളാണ്. സിന്ധു നദിയിലും അതിൻ്റെ പോഷക നദികളായ രവി, ഝലം, ചിനാബ് തുടങ്ങിയവയിലും വർഷം മുഴുവൻ സമൃദ്ധമായ നീരൊഴുക്ക് സാധ്യമാക്കുന്നത് ഈ ഹിമാനികളാണ്. സിയാച്ചിൻ ഹിമാനിയുടെ ഒരു ഫിഗർ ഇപ്പുറത്തെ സൈഡിൽ തന്നിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധഭൂമി എന്നാണ് സിയാച്ചിൻ ഹിമാനിയെ വിശേഷിപ്പിക്കുന്നത്. അടുത്തത് ചുരങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. പർവ്വതങ്ങളുടെ ഇരുവശങ്ങളെയും തമ്മിൽ ബന്ധിപ്പിച്ച് ഗതാഗതം സാധ്യമാക്കുന്നത് പർവ്വതങ്ങളിലെ ചുരങ്ങളാണ്. പർവ്വതനിരകൾ മുറിച്ചു കടക്കാൻ സഹായകമായ സ്വാഭാവിക ഇടങ്ങളാണ് ചുരങ്ങൾ. പീർ പഞ്ചാൽ പർവ്വതനിരയ്ക്ക് കുറുകെയുള്ള ബനിഹാൽ ചുരമാണ് ജമ്മു പ്രദേശത്തെ കാശ്മീർ താഴ്വരയുമായി ബന്ധിപ്പിക്കുന്നത്. അടുത്തതായിട്ടൊരു ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിരിക്കുകയാണ്. ഹിമാലയൻ നദികൾ വർഷം മുഴുവൻ ജലസമൃദ്ധമായിരിക്കാൻ കാരണം എന്തായിരിക്കും? ഹിമാനികളാണ് അല്ലേ? ഹിമാനികളുടെ സാന്നിധ്യമാണ്. ശുദ്ധജല തടാകങ്ങൾ ധാരാളമുള്ള കാശ്മീർ ഹിമാലയത്തിലെ ഒരു പ്രധാന തടാകമാണ് ദാൽ. ഈ തടാകത്തിൻ്റെ കരയിലാണ് ശ്രീനഗർ പട്ടണം സ്ഥിതി ചെയ്യുന്നത്. കാശ്മീരിലെ ഒരു പ്രധാന വിനോദസഞ്ചാര വാണിജ്യ കേന്ദ്രം കൂടിയാണിത്. ദാൽ തടാകത്തിലെ ശിക്കാര തോണികളും ഫ്ലോട്ടിംഗ് മാർക്കറ്റുകളും കാശ്മീർ ടൂറിസത്തിൻ്റെ മുഖമുദ്രകളാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ ഇതെല്ലാം മൂവീസിലൂടെയും സോങ്സിലൂടെയൊക്കെ. പർവ്വതച്ചെരിവുകളിൽ വേനൽക്കാലങ്ങളിൽ രൂപപ്പെടുന്ന പുൽമേടുകളാണ് മർഗുകൾ. ശൈത്യകാലങ്ങളിൽ മഞ്ഞു മൂടപ്പെടുന്ന മർഗുകൾ പോലുള്ള മഞ്ഞുകാല വിനോദങ്ങൾക്കായി ധാരാളം സഞ്ചാരികളെ ആകർഷിക്കുന്നു. സോൺമർഗ്, ഗുൽമർഗ് എന്നിവ ഇവയിൽ ചിലതാണ്. മുകളിൽ ഗുൽമർഗിൻ്റെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. വേനൽക്കാലത്തെ ഒരു പിക്ചറും മഞ്ഞുകാലത്തെ ഒരു പിക്ചറും. അപ്പോൾ ഇത്രയുമാണ് കാശ്മീർ ഹിമാലയത്തെ പറ്റി പഠിക്കാനായിട്ട് തന്നിരിക്കുന്നത്. നമുക്കെല്ലാം ഒന്നും കൂടി ഓടിച്ചു നോക്കാം. കാശ്മീർ ഹിമാലയത്തിലെ പ്രധാന പർവ്വതനിരകളാണ് കാരക്കോറം, സസ്കർ, ലഡാക്ക്, പീർ പഞ്ചൽ. ലോകത്തിലെ തന്നെ ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടിയായ മൗണ്ട് കെ2 കാരക്കോറം നിരയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ പഠിച്ചത് ഹിമാനികളെ കുറിച്ചാണ്. സിയാച്ചിൻ ഹിമാനി, ബോൾഡോരോ ഹിമാനി ഇവയൊക്കെ ഹിമാലയൻ നദികളെ വർഷം മുഴുവൻ ജലസമൃദ്ധമാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. പിന്നെ ചുരങ്ങൾ എന്താണെന്ന് പഠിച്ചു. പീർ പഞ്ചാൽ പർവ്വതനിരയ്ക്ക് കുറുകെയുള്ള ഒരു ചുരവും പഠിച്ചു, ബനിഹാൽ ചുരം. ബനിഹാൽ ചുരം ജമ്മു പ്രദേശത്തെ കാശ്മീർ താഴ്വരയുമായി ബന്ധിപ്പിക്കുന്നു. പിന്നെ പഠിച്ചത് കാശ്മീർ ഹിമാലയത്തിൽ ധാരാളം ശുദ്ധജല തടാകങ്ങളുണ്ട്. അവയിൽ പ്രധാനപ്പെട്ടതാണ് ദാൽ. ദാലിൻ്റെ കരയിൽ സ്ഥിതി ചെയ്യുന്ന പട്ടണമാണ് ശ്രീനഗർ.
പിന്നെ മർഗുകൾ എന്താണെന്ന് പഠിച്ചു. അവിടെ ശൈത്യകാലങ്ങളിൽ സ്കീയിങ് പോലുള്ള മഞ്ഞുകാല വിനോദങ്ങൾ സാധ്യമാകുമെന്ന് പഠിച്ചു. അതുപോലെ തന്നെ ശുദ്ധജല തടാകമായ ധാൽ കാശ്മീർ ടൂറിസത്തിൻ്റെ മുഖമുദ്രകളിൽ പെടുന്നവയാണ്. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഹിമാലയം. പ്രധാനമായും ഹിമാചൽ പ്രദേശ് സംസ്ഥാനം ഉൾപ്പെടുന്ന ഹിമാലയ ഭാഗമാണ് ഹിമാലയം. ഈ പർവ്വത പ്രദേശത്തെ പ്രധാന നദികളാണ് ചിനാബ്, രവി, ബിയാസ് എന്നിവ. ഈ പ്രദേശത്തെ പർവ്വതനിരകളാണ് ധൗളാന്തർ, പീർ പഞ്ചാൽ എന്നിവ. പർവ്വതഭാഗങ്ങളിൽ അനേകം ശുദ്ധജല തടാകങ്ങൾ കാണാം. ചന്ദ്രതാൽ, സൂരജ് താൽ എന്നിവ ഇവയിൽ ചിലതാണ്. കശ്മീർ ഹിമാലയത്തിലുണ്ടല്ലേ ധാരാളം ശുദ്ധജല തടാകങ്ങൾ. താഴെ ചന്ദ്രതാൽ തടാകത്തിൻ്റെ ഇമേജൊക്കെ തന്നിട്ടുണ്ട്. അടുത്തത് ചുരങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്ന ബാരാലാച്ചാല ചുരവും കുളു താഴ്വരയെ ലാഹോൽ, സ്പിതി എന്നീ താഴ്വരകളുമായി ബന്ധിപ്പിക്കുന്ന റോഹ്താങ് ചുരവുമാണ് ഹിമാലയത്തിലെ പ്രധാന ചുരങ്ങൾ. കുളു, കംഗ്ര, ലാഹുൽ തുടങ്ങിയ മനോഹരമായ താഴ്വരകളും സുഖവാസ കേന്ദ്രങ്ങളായ ഷിംല, മണാലി എന്നിവയും വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന ഇടങ്ങളാണ്. ശൈത്യവും മഞ്ഞുവീഴ്ചയും അനുഭവപ്പെടുന്ന ഈ പ്രദേശങ്ങളിലെ പലയിടങ്ങളിലായി ചുടുനീരുറവകൾ കാണപ്പെടുന്നുണ്ട്. ചുടുനീരുറവകൾ കാണപ്പെടുന്ന പ്രദേശങ്ങൾക്ക് ഉദാഹരണമാണ് നുബ്ര താഴ്വര, മണികരൺ, ബീർഗംഗ. ചുടുനീരുറവകളിൽ നിന്നുമുള്ള ഭൗമതാപോർജ്ജം ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുവാൻ സാധിക്കും. ഹിമാചൽ പ്രദേശിലെ മണികരൺ ചുടുനീരുറവയിൽ നിന്നും ഇത്തരത്തിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഹിമാലയത്തെക്കുറിച്ച് പഠിക്കാനുള്ളത്. ഒന്നും കൂടി ഒന്ന് ഓടിച്ചു നോക്കാം എന്തൊക്കെയാണ് പഠിച്ചതെന്ന്. ഹിമാലയത്തിലൂടെ ഒഴുകുന്ന പ്രധാന നദികൾ ചിനാബ്, രവി, ബിയാസ്. ഈ പ്രദേശത്തെ പ്രധാന പർവ്വതനിരകളാണ് ധൗളാന്തർ, പീർ പാഞ്ചൽ. അതുപോലെ തന്നെ ഇവിടെ അനേകം ശുദ്ധജല തടാകങ്ങൾ കാണാം. ഉദാഹരണം ചന്ദ്രതാൽ, സൂരജ് താൽ. പിന്നെ 2 ചുരങ്ങൾ പഠിച്ചു. ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്ന ബാരാലാച്ചാല ചുരം, കുളു താഴ്വരയെ ലാഹുൽ, സ്പിതി എന്നീ താഴ്വരകളുമായി ബന്ധിപ്പിക്കുന്ന റോഹ്താങ് ചുരം. കുളു, കംഗ്ര, ലാഹുൽ തുടങ്ങിയ താഴ്വരകൾ സുഖവാസ കേന്ദ്രങ്ങളായ ഷിംല, മണാലി, ചുടുനീരുറവകളുടെ സാന്നിധ്യം ഇവയൊക്കെ എന്തിൻ്റെ പ്രത്യേകതകളാണ്? ഹിമാലയത്തിൻ്റെ പ്രത്യേകതകളാണ്. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് ഉത്തരാഖണ്ഡ് ഹിമാലയമാണ്. സത്ലജ് നദി മുതൽ കാളി നദി വരെയുള്ള ഹിമാലയ പ്രദേശമാണ് ഉത്തരാഖണ്ഡ് ഹിമാലയം. ഇതിൻ്റെ പടിഞ്ഞാറ് ഭാഗം ഗഡ്വാൾ ഹിമാലയം എന്നും കിഴക്കൻ ഭാഗം കുമവൂൺ ഹിമാലയം എന്നും അറിയപ്പെടുന്നു. നന്ദാദേവി, കാമെറ്റ്, ബദ്രിനാഥ്, കേദാർനാഥ് തുടങ്ങിയ ഉയരമേറിയ കൊടുമുടികൾ ഉത്തരാഖണ്ഡ് ഹിമാലയത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഗംഗ, യമുന എന്നീ നദികളുടെ ഉത്ഭവസ്ഥാനമായ ഗംഗോത്രി, യമുനോത്രി തുടങ്ങിയ ഹിമാനികളും നൈനിതാൽ, ഭീംതാൽ തുടങ്ങിയ ശുദ്ധജല തടാകങ്ങളും ഈ മേഖലയിലുണ്ട്. ലെസ്സർ ഹിമാലയത്തിനും
സിവാലിക് മലനിരകൾക്കുമിടയിൽ കാണപ്പെടുന്ന നിരപ്പായ താഴ്വരകളാണ് ദൂണുകൾ. ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിലെ ദെറാദൂൺ ഇതിൽ പ്രസിദ്ധമാണ്. ഇവിടങ്ങളിലെ ഉയർന്ന പർവ്വതച്ചരിവുകളിൽ കാണപ്പെടുന്ന വേനൽക്കാല പുൽമേടുകളാണ് ബുഗ്യാൽ. ശൈത്യകാലത്ത് മഞ്ഞിനടിയിലാകുന്ന ബുഗ്യാലുകൾ പലയിടങ്ങളിലും വിനോദസഞ്ചാരത്തിനായി പ്രയോജനപ്പെടുത്തുന്നു. ഉദാഹരണം: ദയാര ബുഗ്യാൽ, ഗോൾസോൺ ബുഗ്യാൽ. ബുഗ്യാലും ആട്ടിടയന്മാരും. ഹിമാലയത്തിൽ ഏകദേശം 3000 മുതൽ 4500 മീറ്റർ ഉയരത്തിനിടയിൽ കാണപ്പെടുന്ന പുൽമേടുകൾ ഗഡ്വാൾ മേഖലയിൽ ബുഗ്യാൽ എന്നറിയപ്പെടുന്നു. ശൈത്യകാലങ്ങളിൽ മഞ്ഞുമൂടുന്ന ബുഗ്യാലുകൾ മഞ്ഞുരുകുന്നതോടെ പച്ചപുതച്ച് പുൽമേടുകളായി മാറുന്നു. ഈ അവസരങ്ങളിൽ താഴ്വാരങ്ങളിൽ നിന്നും ആട്ടിടയന്മാർ വളർത്തുമൃഗങ്ങളുമായി ബുഗ്യാലുകളിലെത്തുന്നു. താഴ്വാരങ്ങൾ വരണ്ടുണങ്ങുന്ന വേനൽക്കാലത്ത് സമൃദ്ധമായ പച്ചപ്പുള്ള ബുഗ്യാലുകളിൽ ഇവർ താൽക്കാലിക പാർപ്പിടങ്ങളൊരുക്കി വളർത്തുമൃഗങ്ങളോടൊപ്പം വസിക്കുന്നു. മഞ്ഞുകാലാരംഭത്തോടെ മലയിറങ്ങി അടുത്ത സീസൺ വരെ താഴ്വാരങ്ങളിൽ വസിക്കുന്നു. വളർത്തുമൃഗങ്ങളോടൊപ്പം താഴ്വാരങ്ങളിലേക്കും തിരികെ പർവ്വതങ്ങളിലെ പുൽമേടുകളിലേക്കുമുള്ള ഇടയന്മാരുടെ കാലിക ദേശാടനത്തെ ട്രാൻസ്ഹ്യൂമൻസ് എന്ന് വിളിക്കുന്നു. ഇത്രയൊക്കെയാണ് ഉത്തരാഖണ്ഡ് ഹിമാലയത്തെ പറ്റി പഠിക്കാനുള്ളത്. എന്തൊക്കെയാണ് പഠിച്ചതെന്ന് ഒന്ന് നോക്കിയിട്ട് വരാം. സത്ലജ് നദി മുതൽ കാളി നദി വരെയുള്ള ഹിമാലയ പ്രദേശമാണ് ഉത്തരാഖണ്ഡ് ഹിമാലയം. നന്ദാദേവി, കാമെറ്റ്, ബദ്രിനാഥ്, കേദാർനാഥ് തുടങ്ങി ഉയരമേറിയ കൊടുമുടികൾ ഉത്തരാഖണ്ഡ് ഹിമാലയത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഗംഗോത്രി, യമുനോത്രി തുടങ്ങിയ ഹിമാനികളും നൈനിറ്റാൾ, ഭീംതാൽ തുടങ്ങിയ ശുദ്ധജല തടാകങ്ങളും ഈ മേഖലയിലുണ്ട്. പിന്നെ ലെസർ ഹിമാലയത്തിനും സിവാലിക് മലനിരകൾക്കുമിടയിൽ കാണപ്പെടുന്ന നിരപ്പായ താഴ്വരകളാണ് ദൂണുകളെന്ന് പഠിച്ചു. ഇവിടങ്ങളിലെ ഉയർന്ന പർവ്വതച്ചരിവുകളിൽ കാണപ്പെടുന്ന വേനൽക്കാല പുൽമേടുകളാണ് ബുഗ്യാൽ എന്ന് പഠിച്ചു. കാലത്ത് വിനോദസഞ്ചാരത്തിനായി പ്രയോജനപ്പെടുത്താറുണ്ട്. വേനൽക്കാലത്ത് സമൃദ്ധമായ പച്ചപ്പുള്ള ബുഗ്യാലുകളിൽ ആട്ടിടയന്മാർ വളർത്തുമൃഗങ്ങളോടൊപ്പം പാർപ്പിടങ്ങളൊരുക്കി താമസിക്കുന്നു. മഞ്ഞുകാലാരംഭത്തോടെ അവർ താഴ്വാരങ്ങളിലേക്ക് മടങ്ങുന്നു. ഇതിനെ ട്രാൻസ്ഹ്യൂമൻസ് എന്നാണ് വിളിക്കുന്നതെന്ന് പഠിച്ചു. അപ്പോൾ കാശ്മീർ ഹിമാലയം, ഹിമാചൽ ഹിമാലയം, ഉത്തരാഖണ്ഡ് ഹിമാലയം എല്ലാം എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിലിടണം. അപ്പോൾ താങ്ക് യു.